അപ്പോൾ ഒരു കൃഷ്ണാനുഭവം കേട്ടാലോ? ഇലക്ഷൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ, റിസൾട്ടിനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആകാംക്ഷയുടെയിലും നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പെൻഡിങ്ങിലുണ്ട്. എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ചിലരൊക്കെ സ്ഥിരമായിട്ട് ഓർമ്മിപ്പിക്കും, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പറയും. ചിലരെ ഓർമ്മിപ്പിച്ച് മടുക്കും, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഹരേ കൃഷ്ണ, നമസ്കാരം സാർ. എൻ്റെ പേര് വിജിയാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയും അവളുടെ അമ്മയും അവളുടെ മോനും കൂടി ഗുരുവായൂർക്ക് വന്നു. നവംബർ 12-ാം തീയതിയായിരുന്നു. ഇവിടുന്ന് ഉച്ചയ്ക്കായിരുന്നു വണ്ടി. പുലർച്ചെ 12 മണിക്ക് തൃശ്ശൂരെത്തും. എനിക്ക് അവിടെ ഒന്നും അറിയില്ല, ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് ഒന്നും അറിയില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നവർ പറഞ്ഞു അവിടെ നിന്ന് ബസ് കിട്ടും, അതിൽ പോയാൽ മതിയെന്ന്. എൻ്റെ കൂടെയുള്ള ആ മോനുണ്ടല്ലോ, സുഖമില്ലാത്ത കുട്ടിയാണേ. എന്നാലും കണ്ണനെ വിളിച്ച് ഞാൻ ഇവരെ കൂട്ടിപ്പോയി. തൃശ്ശൂർ ട്രെയിൻ ഇറങ്ങി സ്റ്റേഷനിൽ തന്നെ കുളിച്ചുട്ടോ. കാരണം അവിടെ എത്താൻ വൈകിയാൽ എൻ്റെ മോള് നാട്ടിലുണ്ട്. അവളെ ലൈനിൽ സ്ഥലം പിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ വേഗം കുളിച്ചു. അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു ഇപ്പോൾ ബസ് കിട്ടുമോ എന്ന്. അവരില്ല എന്ന് പറഞ്ഞു. ഗുരുവായൂർക്ക് ട്രെയിനുണ്ട് 1:20. പിന്നെ ഞങ്ങൾ വണ്ടിക്ക് പോയിട്ടോ. മോള് വിളിച്ചു പറഞ്ഞു അമ്മ നടുവിൽ വന്ന് കയറിയാൽ സെക്യൂരിറ്റി വഴക്ക് പറയും. ഇപ്പോൾ ക്യൂ മൂവായി. ഞാൻ ഫോൺ ക്ലോക്കൽ റൂമിൽ വെക്കാൻ പോവുകയാണ്, ഇനി വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. അമ്മ വേഗം വായെന്ന്. ഞാൻ അവിടെ എത്തുമ്പോൾ മോള് കറക്റ്റ് കിഴക്കേ നടയിൽ നിന്ന് പോകുന്നു. അവള് പറഞ്ഞു തിരൂരുള്ള മാമൻ വന്നിട്ടുണ്ട്, അവർ 2 മണിക്കുള്ള ക്യൂവിൽ കയറും, അമ്മ പോയി കാണൂ എന്ന്. ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു 2 പേർക്കുള്ളതാണ്, 2 പേർക്കുള്ള ക്യൂവിൽ കയറുന്നാ പറഞ്ഞത് കേട്ടോ. 2 പേർക്കുള്ളതാണ് എഴുതിയത്, കയറാൻ ബാക്കിയുള്ളവർക്ക് പറ്റും തോന്നില്ല എന്ന്. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു ഭണ്ഡാരത്തിൻ്റെ അവിടെ നിന്ന് നട തുറന്നാൽ ഇവിടെ നിന്ന് കാണാമെന്ന്. എൻ്റെ ഫോൺ വെക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ തിരൂരിൽ നിന്ന് വന്ന മോന് ഓടി വന്ന് പറഞ്ഞു അമ്മായി വേഗം വാ വേഗം വാ, നിങ്ങളെയും വിളിക്കുന്നു ഉള്ളിൽ പോകാനെന്ന്. എൻ്റെ ഗുരുവായൂരപ്പാ, എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടോ. ഞങ്ങൾ ആ കുട്ടിയെയും ചേർത്ത് 4 പേര്. പിന്നെ അവരെല്ലാവരെയും ഉള്ളിൽ വിട്ടുട്ടോ. ഞങ്ങൾ നിർമാല്യം കണ്ടു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ഭഗവാൻ കൂടെ ഉണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു സ്വാമി ഉള്ളിൽ നിന്ന് വന്നു. ആ സുഖമില്ലാത്ത കുട്ടിക്ക് 2 വാഴപ്പഴം കൊടുത്തു. പറഞ്ഞു ഇത് കണ്ണനുള്ള പൂജിച്ച പഴമാണ്, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞു കേട്ടോ. കൊടുത്തു. എൻ്റെ മോള് പറഞ്ഞു നല്ല തേജസ്സുള്ള മുഖം. ആ സ്വാമിക്ക് ഞാൻ കണ്ടില്ല, ശരിക്കും അത് കണ്ണൻ തന്നെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഉള്ളിൽ പോയി ഭഗവാനെ കാണുമെന്ന്. ഞങ്ങൾ 5:50 എറണാകുളം വണ്ടിക്ക് ചോറ്റാനിക്കര പോയി. അവിടുത്തെ അമ്മയെ കണ്ട് പ്രസാദം കഴിച്ചു. 4:30 വണ്ടിക്ക് തിരിച്ച് ചെന്നൈക്ക്. ഗുരുവായൂരപ്പൻ എല്ലാം ഭംഗിയായി കൂടെ നിന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന അവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൊഴാൻ വേണ്ടി എൻ്റെ ബന്ധു അവിടെ വന്നതും എല്ലാം ഇതിൽ കൂടുതൽ എഴുതണമെന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി, ക്ഷമിക്കണം. നമ്മൾ പറയുന്നത് പോലെ എഴുതാൻ പറ്റില്ലല്ലോ സാർ, അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം കേട്ടോ. ഹരേ ഗുരുവായൂരപ്പ ശരണം. കുറച്ചുകൂടി എഴുതായിരുന്നു കേട്ടോ. ആ ബന്ധു വന്നതും ബന്ധു സഹായിക്കാവുന്നതും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമാവുമായിരുന്നു. അപ്പം പക്ഷേ ഇതും കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ചെന്നൈയിൽ നിന്നുള്ള സുഹൃത്തുക്കളെയും കുട്ടിയാണ് വന്നത് അമ്മ. അപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഭഗവാന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉള്ളിൽ കയറാൻ പറ്റിയതും തൊഴാൻ പറ്റിയതും ഒക്കെ. സുഖമില്ലാത്ത കുട്ടിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ. അപ്പം ഭഗവാൻ അതൊക്കെ അറിയാം, എല്ലാം അറിയുന്ന ആളല്ലേ, പിന്നെ എന്ത് വിഷമിക്കാനാണ്. എത്ര നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ. ഇത് ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുക എങ്കിലും നിങ്ങളോട് പറയുകയാണ്, നല്ല രീതിയിൽ ജീവിക്കുക, നല്ല ശുദ്ധമായ മനസ്സോടെ സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. നമ്മൾ കഴിയുന്ന ദിവസമൊക്കെ കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.